Welcome to my new video. Today we are going to study photoelectric effect. ഈ വീഡിയോയിൽ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റും അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. In this video we will study about photoelectric effect and the subtopics like the effect of intensity and frequency of light on photoelectrons. The photoelectric current varies, how it varies with potential. The quantitative study of the equations, work function and threshold frequency. Photon theory of light. Failure of wave optics in explaining the photoelectric effect. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു തരംഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി മറ്റും ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മാറ്റം എങ്ങനെ സംഭവിക്കുന്നു, മാത്രമല്ല പൊട്ടൻഷ്യലിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ മാറുന്നു, ഇതിൽ ബന്ധപ്പെട്ട ഇക്വേഷൻസ് എന്താണ്, ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് എന്താണ്, വേവ് ഒപ്റ്റിക്സ് എന്താണ്, എന്തുകൊണ്ട് വേവ് ഒപ്റ്റിക്സ് പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം? ഇറ്റ് ഹാസ് ബീൻ ഡിറ്റർമിൻഡ് എക്സ്പെരിമെൻ്റലി ദാറ്റ് വെൻ ലൈറ്റ് ഷൈൻസ് ഓൺ എ മെറ്റൽ സർഫസ് ദ സർഫസ് എമിറ്റ്സ് ഇലക്ട്രോൺസ്. പ്രകാശം ഒരു മെറ്റൽ സർഫസിൽ പതിക്കുമ്പോൾ ആ മെറ്റൽ സർഫസ് ഇലക്ട്രോൺസിനെ പുറന്തള്ളുന്നു. ഇത് പ്രകാശം മാത്രമല്ല, UV റേഡിയേഷൻസ് ആകാം, അതുപോലെ തന്നെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും ആകാം. ഇതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പടത്തിൽ കാണാൻ സാധിക്കും, ഫോട്ടോൺസ് വന്നു മെറ്റലിൽ തട്ടിയതിന് ശേഷം ഇലക്ട്രോൺസ് പുറത്തു പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്നും ഈ ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നും പറയുന്നു. Why do you think this happens? വേവ് തിയറി അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. വേവ്സ് എനർജി കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു വേവ് ഒരു ഇലക്ട്രോണിൽ അടിക്കുകയാണെങ്കിൽ ഇൻ വൺ ഓഫ് ദ ആറ്റംസിലുള്ള ഏതെങ്കിലും ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുമായി കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ മെറ്റലിലുള്ള ആ ആറ്റത്തിൽ ആ ഇലക്ട്രോൺ എന്ത് സംഭവിക്കും? എനർജി ലഭിക്കും. അങ്ങനെ ആ ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്നും പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ലൈറ്റ് P എന്ന് പറയുന്ന മെറ്റലിൽ വീഴുകയും അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തു വരികയും അത് പുറത്ത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. When photocell is in dark, the ammeter reads 0. ലൈറ്റ് ഇല്ലാത്തപ്പോൾ കറണ്ട് ഇല്ലാതിരിക്കും. When light of sufficiently high frequency illuminates the plate, the ammeter indicates the current flowing in the circuit. ആ P എന്ന് പറയുന്ന മെറ്റലിൽ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്നാൽ മാത്രമേ അവിടെ അമ്മീറ്ററിൽ കറണ്ട് കാണുകയുള്ളൂ. How it works? Imagining that electrons ejected from the plate by impinging radiation flow across the tube from the plate to the collector C. ലൈറ്റ് ആ പ്ലേറ്റിൽ വന്ന് വീണപ്പോൾ ഇലക്ട്രോൺസ് പുറത്തു വരികയും ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ആ പ്ലേറ്റിൽ നിന്നും കളക്ടർ സിയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ കളക്ടർ സി പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. That electrons emit when light shines on the metal surface is consistent with the electromagnetic theory, wave theory of light. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി അനുസരിച്ച് ഈ ഇലക്ട്രോൺ ലൈറ്റ് വന്ന് മെറ്റലിൽ വീണപ്പോൾ ഇലക്ട്രോൺ പുറത്ത് വന്നത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിക്ക് കൺസിസ്റ്റൻ്റ് ആണ്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രിക് വേവ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രോണിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സിൻ്റെ ഫലമായി ആ ഇലക്ട്രോണിൽ
മെറ്റലിൻ്റെ ആറ്റത്തിൽ നിന്നും പുറത്തു വരുന്നു. അങ്ങനെയാണ് ഇലക്ട്രോൺസ് പുറത്തു വരുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് ഇത് ശരിയാണ്. പക്ഷേ ചില കാരണങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് പൊരുത്തപ്പെടുന്നില്ല. എന്താണ് ഫോട്ടോ എമിസിവ് മെറ്റീരിയൽ? ദ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ എക്സിബിറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ സ്വഭാവം കാണിക്കാൻ കഴിവുള്ള വസ്തുക്കളെ ഫോട്ടോ എമിസിവ് മെറ്റീരിയൽ എന്നും പുറത്തു വന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നും പറയും. ഹിസ്റ്റോറിക്കലി ലൈറ്റ് ഹാസ് സംടൈംസ് ബീൻ വ്യൂഡ് ആസ് എ പാർട്ടിക്കിൾ റാദർ ദാൻ എ വേവ്. പക്ഷെ വളരെ മുമ്പ് ലൈറ്റിനെ ഒരു പാർട്ടിക്കിളായി വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്ടൺസ് കോർപ്പസ്കുലർ തിയറി. എയിൻസ്റ്റീൻ വേവ് തിയറിയെ കൊണ്ടുവന്നു. ആ വേവ് തിയറിയെ പോയിന്റ് ഔട്ട് ചെയ്തു. ആൻഡ് ദ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് ഗിവ് ഡിഫറെൻറ്റ് പ്രഡിക്ഷൻസ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അല്ലെങ്കിൽ ഫോട്ടോൺ തിയറി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വേറെ ചില പ്രതീക്ഷകളാണ് നൽകിയത്. ഒരു ലൈറ്റിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളാണ് ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും. The effect of intensity and frequency of light on the photoelectron produced is described on the wave theory and photon theory. ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും എങ്ങനെ ആ ഫോട്ടോ ഇലക്ട്രോണിൽ ഒരു മാറ്റമുണ്ടാക്കുന്നു എന്നത് വേവ് തിയറിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്നും ഫോട്ടോൺ തിയറി അല്ലെങ്കിൽ ക്വാണ്ടം തിയറി, മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി അനുസരിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേവ് തിയറി അനുസരിച്ച് ഇഫ് ദ ലൈറ്റ് ഈസ് intensity increases, number of electrons ejected and their maximum kinetic energy increases. വേവ് തിയറി അനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുകയും ആ ഇലക്ട്രോൺസിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യണം. കാരണം ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുക. ഇലക്ട്രിക് ഫീൽഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് കൂടുക. ഇലക്ട്രിക് ഫോഴ്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കൂടുതൽ സ്പീഡിൽ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് നോട്ട് എഫക്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പുറത്തു വന്നെങ്കിലും ആ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയെ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഒരിക്കലും ബാധിക്കുന്നില്ല, അതിന് പ്രഭാവം സംഭവിക്കുന്നില്ല. ഇതാണ് വേവ് തിയറിയെ കുറിച്ചുള്ള വേവ് തിയറി അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തായിരിക്കും. ഇനി ഫോട്ടോൺ തിയറി അനുസരിച്ച് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ഇൻക്രീസ് ബട്ട് നോട്ട് ദ എനർജി. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമെങ്കിലും എനർജി കൂടുകയില്ല. എബവ് എ മിനിമം എനർജി റിക്വയർഡ് ടു ബ്രേക്ക് അറ്റോമിക് ബോണ്ട്, കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി. ഒരു പർട്ടിക്കുലർ എനർജിക്ക് മുകളിലാണെങ്കിൽ കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ്, കൈനറ്റിക് എനർജി വർദ്ധിക്കും. എങ്ങനെ? ലീനിയർലി, നേരനുപാതത്തിൽ, വിത്ത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നേരനുപാതത്തിൽ വർദ്ധിക്കും. ദർ ഈസ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതിന് താഴെ ഉള്ള ഒരു ലൈറ്റിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് പുറത്തു വരികയില്ല, എത്ര തന്നെ ഇൻറ്റൻസിറ്റി ആണെങ്കിലും ശരി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, ആ സർക്യൂട്ടിൽ സി എന്ന് പറയുന്ന പ്ലേറ്റിലേക്ക് ഇലക്ട്രോൺസ് വന്ന് വീഴുന്നു. പക്ഷേ ആ സി എന്ന് പറയുന്ന പ്ലേറ്റിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് വോൾട്ടേജ് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യുകയും ആ ഇലക്ട്രോൺ സിയിൽ എത്തിച്ചേരാതിരിക്കുകയും ചെയ്യും. എന്നാലും വെലോസിറ്റി കൂടുതലുള്ള ചില ഇലക്ട്രോണുകൾക്ക് സിയുടെ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ ഓവർടേക്ക് ചെയ്ത് സിയിൽ എത്തിച്ചേരും. പക്ഷേ നമ്മൾ സിയുടെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഹയസ്റ്റ് വെലോസിറ്റിയുള്ള ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോണിനെ പോലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതിനാവശ്യമായ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, V0 ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്കിൽ ആ V0യുടെ കറസ്പോണ്ടിങ് എനർജി V0. ആ V0 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഇനി അടുത്തതായി നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ വോൾട്ടേജുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ
നമ്മൾക്ക് എങ്ങനെയായിരിക്കും ആ ഗ്രാഫ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വോൾട്ടേജ് നമ്മൾ ഈ പറയുന്ന സി എന്ന് പറയുന്ന പ്ലേറ്റിലെ വോൾട്ടേജ് നമ്മൾ പോസിറ്റീവ് ആക്കുന്നു, നെഗറ്റീവ് ആക്കുന്നു. അങ്ങനെ ആക്കുമ്പോൾ എങ്ങനെ പോസിറ്റീവാക്കി കൂട്ടുകയും കുറയ്ക്കുന്നു, നെഗറ്റീവാക്കി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ സമയത്തും എന്തായിരിക്കും കറണ്ട്. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഗ്രാഫ്. നെഗറ്റീവ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ നെഗറ്റീവ് വോൾട്ടേജിലെത്തുമ്പോൾ V0 എന്ന് പറയുന്ന നെഗറ്റീവ് വോൾട്ടേജിലെത്തുമ്പോൾ കറണ്ട് 0 ആകുന്നു. അതേസമയത്ത് പോസിറ്റീവ് വോൾട്ടേജിൽ കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ എത്തുന്നു, ഒരു പർട്ടിക്കുലർ മാക്സിമം കറണ്ടിൽ എത്തുന്നു. പക്ഷേ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ ആ മാക്സിമം കറണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നമ്മൾ പല ഫ്രീക്വൻസിയിൽ ഈ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. അതായത് ഒരേ ഇൻറ്റൻസിറ്റിയാണ്, പക്ഷേ രണ്ട് ഫ്രീക്വൻസി ആണെങ്കിൽ രണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഫ്രീക്വൻസി കൂടുതലുള്ളതാണെങ്കിൽ കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും, കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾക്ക് പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇസ് ബിലോ ത്രെഷോൾഡ് ഫ്രീക്വൻസി, നോ photoelectric emission will takes place. The maximum velocity or maximum kinetic energy of photoelectrons depend on the frequency of radiation and not on its intensity. അപ്പോൾ എജക്റ്റ് ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, മറിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നു. ഇതിനെയാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. The rate at which the electrons are emitted from the photocathode is independent of its temperature. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് ഫോട്ടോ കാഥോഡ് വയ്ക്കുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഏത് ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ ഫോട്ടോ കാഥോഡ് വെച്ചിരുന്നാലും ശരി, ആ ടെമ്പറേച്ചർ ഒരു മാറ്റവും ഒരു ഫോട്ടോ കറണ്ടിൽ ഉണ്ടാക്കുന്നില്ല. For a given metal surface, the stopping potential is directly proportional to the frequency but independent of the intensity. ഒരു പ്രത്യേക മെറ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇൻറ്റൻസിറ്റി എത്ര തന്നെ കൂട്ടിയാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുകയോ കുറയുകയോ ചെയ്യുകയില്ല. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെറ്റീരിയലിന് മിനിമം എത്ര ഫ്രീക്വൻസി വേണമോ ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ ആ എനർജിയാണ്, ആ ആവശ്യമായ ഏറ്റവും ചുരുങ്ങിയ എനർജി, ഫോട്ടോണിൻ്റെ എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ആ ഇലക്ട്രോണിൻ്റെ ബൈൻഡിങ് എനർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ബൈൻഡിങ് എനർജി ആവശ്യമായ മെറ്റലുകൾക്ക് കൂടുതൽ വർക്ക് ഫംഗ്ഷൻ ആവശ്യമായി വരും. ചില മെറ്റലുകൾ ലിഥിയം, സോഡിയം ഒക്കെ കുറച്ച് വർക്ക് ഫംഗ്ഷനേ ആവശ്യമുള്ളൂ. All the photon energy transferred to the electron and photon ceases to exist. അതായത് ഒരു ഫോട്ടോൺ വന്ന് ഇലക്ട്രോണുമായി ഇൻറ്ററാക്ട് ചെയ്ത് ആ ഇലക്ട്രോണിന് എല്ലാ എനർജിയും ഫോട്ടോൺ കൊടുക്കുന്നത് കൊണ്ട് ഫോട്ടോൺ ഇല്ലാതാവുകയും ആ എനർജി ഇല്ലാതായതോടുകൂടി ഫോട്ടോൺ നഷ്ടപ്പെടുകയും അവിടെ ഒരു ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾക്കാണ് ആ ഫോട്ടോണിൻ്റെ എനർജി ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമതായി ആ ഇലക്ട്രോണിനെ ആ ആറ്റത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യമായ വർക്ക് ഫംഗ്ഷനും, രണ്ടാമതായി ആ ഇലക്ട്രോണിന് ആവശ്യമായ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി HF ആണ് അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറി അനുസരിച്ച് HF ആണ് ഒരു ഫോട്ടോണിൻ്റെ എനർജി. അങ്ങനത്തെ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായി ഇൻറ്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ ആവശ്യമായ വർക്ക് ഫംഗ്ഷൻ കഴിച്ച് ബാക്കി എത്ര എനർജി ആ ഫോട്ടോൺ ഉണ്ടോ ആ ബാക്കിയുള്ള എല്ലാ എനർജിയും ആ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ HF സമം K+W, അതായത് K എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയും W എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷനുമായിരിക്കും. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് വിച്ച് ക്യാൻ കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ദിസ് ഫ്രീക്വൻസി ഈസ് ജസ്റ്റ് ഏബിൾ ടു എജക്ട് ഇലക്ട്രോൺസ് വിത്തൗട്ട് ഗിവിംഗ് ദം ആൻ അഡീഷണൽ എനർജി. അതായത് ഒരു
ലൈറ്റിന് ഏറ്റവും കുറഞ്ഞ ആവശ്യമായ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോട്ടോ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് പറയുന്നു. അതേസമയത്ത് F0ക്ക് താഴെയുള്ള ലൈറ്റിന് എന്തുകൊണ്ട് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ എനർജി പോലും ആ ഫോട്ടോണിന് ഇല്ലാത്തത് കൊണ്ട് അവിടെ ആ ഇലക്ട്രോൺ എമിഷൻ നടക്കുകയില്ല. അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രോൺ ഉണ്ടാവുകയില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിയാണ് F0 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്. അതിന് താഴെ ഒരു എമിഷൻ ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് കൈനറ്റിക് എനർജി മാക്സിമത്തിനെ HF-W എന്ന് വിളിക്കാം. അഥവാ സപ്പോസ് ഇപ്പോൾ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി ഫ്രീക്വൻസി F0 ആണെന്നെങ്കിൽ HF0 W0ക്ക് തുല്യമാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ഓഫ് ഫ്രീക്വൻസി F0 എന്ന് പറയുന്നത് W0/H. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും മെറ്റലിനെയും അനുസരിച്ച് ആ മെറ്റലിന് ആവശ്യമായ F0 മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മെറ്റലിന് ഒരു പർട്ടിക്കുലർ F0 ആയിരിക്കും. അത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ മെറ്റൽ മാറുന്നതിനനുസരിച്ച് F0യും മാറിക്കൊണ്ടിരിക്കും, W0യും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് അവസാനമായി പറയാൻ സാധിക്കുന്നത്, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന്, വർക്ക് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 2, ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 3, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 4, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇഫ് ദ ഫ്രീക്വൻസീസ് എബോവ് F0ക്ക് മുകളിലുള്ള ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് ആണെങ്കിൽ ഇൻറ്റൻസിറ്റിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫോട്ടോൺ തിയറി അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. ആ റേഡിയേഷൻ്റെ എനർജി hν ആണ്. ഒരു ലൈറ്റിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്: ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, പോളറൈസേഷൻ. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ അനുസരിച്ച് E=hf ആണ്. ഈ hf എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഒരു ഫോട്ടോൺ ആയിരിക്കും. ഈ ലൈറ്റാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്താലാണ് ഒരു മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ മിനിമം വരുന്നുവെങ്കിൽ, റെഡ് ലൈറ്റ് എത്ര ഹൈ ഇൻറ്റൻസിറ്റി നമ്മൾ കൊടുത്താലും ശരി, ഒരു ഇലക്ട്രോണും പുറത്തു വരികയില്ല, ഒരു എനർജിയും ഒരു കറണ്ടും പുറത്തു വരികയില്ല. ഇത് വേവ് കൺസെപ്റ്റ്, ലൈറ്റ് ഒരു വേവാണ് എന്ന കൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഇത് എതിർക്കുന്നു. അതിന് വിപരീതമാണ് ഈ കാണുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ റിസൾട്ടുകൾ. എന്തുകൊണ്ടെന്നാൽ വേവ്സ് ക്യാൻ ഹാവ് എനി എമൗണ്ട് ഓഫ് എനർജി യു വാണ്ട്. ഒരു വേവിന് എത്ര എനർജി വേണമെങ്കിലും സംഭവിക്കാം. ബിഗ് വേവ്സ്, വലിയ വേവുകൾക്ക് ഒരുപാട് എനർജി ഉണ്ടായിരിക്കും, ചെറിയ വേവുകൾക്ക് കുറച്ച് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ വേവാണ് വരുന്നതെങ്കിൽ ആ ബ്രൈറ്റ്നെസ് ഓഫ് ദ ലൈറ്റ് എഫക്ട്സ് ദ എമൗണ്ട് ഓഫ് എനർജി. അങ്ങനെ ആ ചെറിയ വേവിൻ്റെ എനർജിയും കുറവായിരിക്കും. ദ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ആർ ഡിഫൈൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് എനർജി ദേ ഹാവ്. ആ ലൈറ്റിൻ്റെ പല കളറുകൾ ആ ലൈറ്റിൻ്റെ എനർജിയെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു വേവ് തിയറി അനുസരിച്ച് അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വേവ് തിയറി അല്ല, ഇവിടെ ഫോട്ടോൺ തിയറിയാണ് ശരിയാണ് എന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തെളിയിച്ചത്. താങ്ക് യു വൺ ആൻഡ് ഓൾ.